അപ്പോൾ എൻ്റെ തല കണ്ടില്ലേ നോക്കിയേ, എണ്ണ തടാണ്ട് ഒരു മാതിരിയായി പോയിട്ടുണ്ട്. ഇപ്പോൾ കുറേ ഡേയ്സായി എണ്ണ തടാണ്ട് ഞാനിങ്ങനെ കുളിക്കുന്നത്. അപ്പോൾ ഇതാ ഫുള്ള് ജടയും കണ്ടില്ലേ, ഫുൾ ജടയും ആകെ കൂടി ഒരു കോലായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് എണ്ണയൊക്കെ തടി മസാജൊക്കെ ചെയ്ത് മുടിയെ നമുക്ക് തിരിച്ച് വീണ്ടെടുക്കാം. കണ്ടില്ലേ, ഫുൾ ജട കൂടാരാണ്. അപ്പോൾ ഇതിന് മുന്നേ ഒന്ന് ജസ്റ്റ് വാർന്നിട്ട് വേണം എണ്ണ തടാൻ. പക്ഷേ ഞാൻ വിചാരിക്കുന്നു ഇന്നൊന്ന് ജസ്റ്റ് വാരാണ്ട് എണ്ണ തട്ടി നോക്കാമെന്ന്. അല്ലെങ്കിൽ അപ്പോൾ ഇത്രത്തോളം ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് കാരണം എന്ന് വെച്ചാൽ ഞാൻ എണ്ണ തടലിപ്പോൾ കുറച്ച് കുറവാണ്. സോ അതാണിങ്ങനെ ഡ്രൈ ആയത്. കണ്ടില്ല, നിങ്ങൾക്ക് കണ്ടാൽ തരും, നല്ല പോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഒന്നാമത് ചൂടും. അപ്പോൾ ചൂടിൻ്റെ സമയത്ത് ഞാൻ നല്ല ചൂട് വരുമ്പോൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് പോയിട്ട് തല വാഷ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മുടി ഇപ്പോൾ നല്ല പോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഒന്ന് ചീകി വൃത്തിയാക്കിയിട്ട് എണ്ണ തടായതായാലും. നല്ല പോലെ ജടയായിട്ടുണ്ട്. അപ്പോൾ ഇത് കളയണമെങ്കിൽ ഇത്തിരി പാടാണ്. ഞാനിപ്പം മുടിയെ ശ്രദ്ധിക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതിന് കണക്കായിട്ട് പണി കിട്ടി. അപ്പം മുടി ഇതാ ഇത്രത്തോളം പൊഴിഞ്ഞിട്ടുണ്ട്. ശ്രദ്ധക്കുറവാണ്. സോ ഇനി എണ്ണ തടം. അപ്പോൾ നമുക്കിതൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എണ്ണ പിടിക്കണം എന്നുള്ളവർ, ഞാൻ 10 മിനിറ്റ് ഒന്നും വെയിറ്റ് ചെയ്യുന്നില്ല. ഒരു 5 മിനിറ്റ് ആയാലും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, താരൻ ഉള്ളതുകൊണ്ട് ഇപ്പോൾ താരൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഞാനിതാ
കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. തൈര് അപ്ലൈ ചെയ്തിട്ട് കുളിക്കാൻ പോവുകയാണ്. അപ്പോൾ എസ്പെഷ്യലി ഞാൻ തടന്ന എണ്ണ എല്ലാവരും കമൻറ്റ് ചെയ്യാറുണ്ട് ഏതെണ്ണയാണ്, അപ്പോൾ എണ്ണ പറഞ്ഞു തരുമോ തലയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ എണ്ണ കാച്ചുന്ന വീഡിയോ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടി ഹെൽപ്ഫുള്ളായിരിക്കില്ലേ. നിങ്ങളുടെ മുടിയും നല്ല ഗ്രോത്തോട് കൂടിയിട്ടുള്ളതും നല്ല കറുപ്പും അതുപോലെ തന്നെ നല്ല മുടിയായിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എണ്ണയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ എണ്ണ കുറച്ചൊന്ന് തലയിൽ പിടിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ തൈര് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. താരം പോകാൻ വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് റെമഡിയാണ്, ബെസ്റ്റ് ഹോം റെമഡിയാണ് തൈര് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യണം. സ്കാൽപ്പിലാണല്ലോ താരനൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇവിടെ ഒന്നും തടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, വേണമെന്നുണ്ടെങ്കിൽ ഇവിടെയും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ സ്കാൽപ്പിലാണ് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തത്. അതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ താരനൊക്കെ കുറവ് കിട്ടും. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്യാവുന്ന ഒരു റെമഡിയാണ്. ഇത് ഞാൻ കുറേ വീഡിയോസിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തായിരുന്നു. ഇപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫുമാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന നോർമൽ കാര്യമാണ് ഇതും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുകൂടി നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെങ്കിൽ തീർച്ചയായിട്ടും കാണിച്ചു തരാമല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റിന് ശേഷം വാഷ് ചെയ്യാം. അപ്പോൾ താരന് നല്ല ആശ്വാസം കിട്ടും കേട്ടോ.